റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഫാമിലി പടമാണ്. ഇതുപോലെ ബിഗിനിങ് ടു എൻഡ് സൂപ്പർ ആണ് ആക്ച്വലി. I think there was a deep sense of combination. ഫാമിലിക്ക് കണ്ടിരിക്കാവുന്ന ഒരു ഹൊറർ മൂവി. അജു വർഗീസിനെ ഇന്നസെന്റ് ആയിട്ട് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയ ശൈലി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ബിഗിനിങ് ടു എൻഡ് സൂപ്പർ ആണ് ആക്ച്വലി. ആ പുതിയ കുട്ടി ഫീമെയിൽ ലീഡ് ക്യാരക്ടറൊക്കെ സൂപ്പറായിട്ട് ഞാൻ അത് നല്ലൊരു കോമ്പിനേഷൻ. ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളി കൊണ്ടത്. ഇതൊരു മ്യൂസിക്കൽ എന്റർടൈനറാണ്. ഫൺ ലവിങ് പീപ്പിൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടം പോലെ ചിരിക്കുന്ന ഉള്ളു തുറന്ന് ചിരിക്കുന്ന മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ്. അതേപോലെ ഒരു മിസ്റ്റിക്കൽ ഫാന്റസി ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. അജു വർഗീസിന്റെ നല്ല രസമുണ്ട് കെമിസ്ട്രി. പഴയ അവരുടെ ഒരുമിച്ചുള്ള സിനിമയൊക്കെ കാണുന്നവരുണ്ട്. നല്ല രസമുണ്ട്. ലിവിന്റെ കൺബാക്ക് ആയിട്ട് തോന്നി. കംബാക്ക് അങ്ങനല്ല, ഇത് നല്ല രസമുണ്ട്. പരിപാടി നല്ല രസമുണ്ട്. How was the combination of co-actors? How you feel? I think it was perfect combination ever. How you feel comedy plus thriller? You feel it? I think there was a deep sense of combination, very well balanced in terms of emotions as well as both the genres. സംവിധാനം കൊള്ളാം. പിന്നെ നിവിൻ പോളിയുടെ രണ്ടാമതൊരു പഴയൊരു മോഡലിൽ തിരിച്ചു വന്നത്. കാരണം പുള്ളിയുടെ ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് പുള്ളിയുടെ തടിയൊക്കെ കുറച്ചപ്പോൾ കുറച്ചുകൂടി ആകർഷകമായിട്ട് തോന്നും. ഇനി പുള്ളിയുടെ അടുത്ത പടം നമ്മൾ കാത്തിരിക്കാം. ഈ വേഷത്തിൽ തന്നെ പുള്ളിക്ക് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരാം. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ അജു വർഗീസിനെ ഇന്നസെന്റ് ആയിട്ട് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയ ശൈലി കാണിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാ കഥാപാത്രങ്ങളും നന്നായിട്ട് അവരുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക്കൽ എന്റർടൈനറാണ്. കണ്ടിരിക്കാം, ബോറടിക്കുന്നില്ല. പ്രേമത്തിലല്ല ഇത്, നമുക്ക് വേറെ രീതി ഫണ്ണായിട്ടാണ്. പ്രേമത്തിൽ ഇത്തിരി മാസങ്ങളൊക്കെ പോലെ ഇതൊരു ഫണ്ണായിട്ട് അജു ആണെങ്കിലും ഇവനാണെങ്കിലും രണ്ടുപേരും കൂടി അറിയാലോ. അത് തന്നെ ഇതിലും എല്ലാം അടിപൊളിയായിരുന്നു. നിവിൻ പോളി, അജു വർഗീസ്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഫാമിലി പടമാണ്. അല്ല, ആരോ പറയുന്ന കേട്ടു നിവിൻ പോളി തിരിച്ചു വന്നു. നിവിൻ പോളി ശക്തമായി തിരിച്ചു വരുവാണ്. നിവിൻ പോളി ശക്തമായി തിരിച്ചു വരും. ഞാൻ നേരത്തെ പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വരും, ദിലീപായിട്ട് തിരിച്ചു വരും, എല്ലാം തിരിച്ചു വരും പറഞ്ഞാണ്. അതുപോലെ നിവിൻ പോളി ശക്തമായി തിരിച്ചു വരുവാണ്. എനിക്ക് റെസ്പോൺസ് ഇച്ചാണ്. എല്ലായിടത്തും കറക്റ്റായിട്ട് കൈയടി വീഴുന്നു കാണുമ്പോൾ തന്നെ ഒരു നല്ല ജഡ്ജ്മെന്റ്, ഒരു ക്ലാരിറ്റി ഉള്ള സാധനം കിട്ടി. അഖിലൊക്കെ നിവിനൊക്കെ ദുബായിലാണ്, അപ്പോൾ അവരവിടെ കാണുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി. ചാമിങ് നിവിന്റെ ഒരു കംബാക്ക് തന്നെയാണ്. കോമഡി ഒക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്. നല്ല സ്ക്രിപ്റ്റ് ആണ്. പഴയ കോംബോ തിരിച്ചു നല്ല കോംബോ ആണ്. കോംബോ ഒക്കെ അവർ നേരത്തെ പ്രൂവ് ചെയ്താണ്. അപ്പൊ അതിനനുസരിച്ച് സ്ക്രിപ്റ്റുമാണ്, അതിനനുസരിച്ച് അവർ വർക്ക് പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഡയറക്ഷനും അടിപൊളിയാണ്. മൊത്തത്തിൽ അടിപൊളിയാണ് ക്യാരക്ടേഴ്സും എല്ലാം. ഒരു മസ്റ്റ് വാച്ചാണ്. ഫാമിലി ആയിട്ട് ഈ ക്രിസ്മസിന് ഉള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും സർവമായ തന്നെയാണ്. നിവിൻ പോളി അജു കോംബോ ആണ് ഈ സിനിമയുടെ ഒരു ക്യാച്ച് എന്ന് പറയുമെങ്കിലും അവരെ നമ്മളൊരു മുൻപടങ്ങളിലുള്ള ഒരു റിപ്പീറ്റേഷൻ പോലെ നമുക്ക് തോന്നിയില്ല. അവരെ ഓവർ യൂസ്ഡ് ചെയ്തിട്ട് അങ്ങനെ തോന്നിയില്ല. അവർ വളരെ നാച്ചുറലായിട്ട് തന്നെ ആ ഒരു പെയറിങ് വർക്കായിട്ടുണ്ട്. മൊത്തത്തിൽ ഫാമിലിക്ക് കണ്ടിരിക്കാവുന്ന ഒരു ഹൊറർ മൂവി, അതായത് UA സർട്ടിഫൈഡ് ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാത്ത ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്.